ഇപ്പോഴാണ് അതിന് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവരും പറഞ്ഞോളൂ. പ്രോട്ടീൻ മറ്റേത് പൊടി എന്നൊക്കെ പൊടിയടിക്കുക. വേ പ്രോട്ടീനും ക്രിയാറ്റിനും രണ്ടും നല്ല സപ്ലിമെന്റ്. സയന്റിഫിക്കലി ഒരുപാട് റിസർച്ചസ് പ്രൂവൺ ആയിട്ടുള്ള അൾഷിമേഴ്സ്, പാർക്കിൻസൺസ് പോലത്തെ പല അസുഖങ്ങളെയും പ്രിവെന്റ് ചെയ്യാനായിട്ട് ക്രിയാറ്റിൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ബ്രെയിൻ ഹെൽത്തിനെ വരെ ക്രിയാറ്റിൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. നിങ്ങൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇമ്പോർട്ടൻസ് ഓഫ് ക്രിയാറ്റിൻ. ഇപ്പോൾ കിഡ്നി ഓൾറെഡി അസുഖം ഉള്ള ഒരാൾ, ക്രോണിക് കിഡ്നി ഡിസീസസ് ഉള്ള ഒരാൾ തീർച്ചയായിട്ടും സപ്ലിമെന്റ്സ് എടുക്കുന്നതിന് മുമ്പ് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാം. അല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് വേ പ്രോട്ടീനോ ക്രിയാറ്റിനോ എടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. പിന്നെ വേ പ്രോട്ടീനും ക്രിയാറ്റിനും സ്റ്റിറോയിഡ് അല്ല. സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സ് എന്നാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. എല്ലാം എടുക്കേണ്ടതായ രീതികളിൽ കറക്റ്റായിട്ട് അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരത് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് സപ്ലിമെന്റ്സ് ആയ പോലും.